ജമീൽ എവിടെ ഇന്നലത്തെ പത്തിരി ചൂടാക്കുന്ന തിരക്കിലാണ്. ഓരോന്നും ചൂടാക്കി ഇതിൽ ഇടുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാ, മിന്നു അവിടെ ഇന്നലെ ബാക്കിയുള്ള ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ, അതെ നോമ്പിൻ്റെ ബറാത്ത് നോമ്പ് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഐറ്റംസ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മളെ ഫുഡ്. അപ്പോൾ ബറാത്തിനോ വീഡിയോ എടുക്കാൻ അയക്കില്ല. ബറാത്തിന് എന്തെല്ലാം ഇവിടെ ഉള്ളതെന്നുള്ളത് പിറ്റേ ദിവസം എടുക്കാമെന്ന് വിചാരിച്ചാ. എന്തായാലും ബാക്കി ഉണ്ടാവും. അപ്പോൾ എന്തെല്ലാം ഞങ്ങളെ പുരയിൽ ബാക്കി എന്തുണ്ടോ അല്ല അടിച്ച് തീർത്തു. പിന്നെ അപ്പോൾ ഇന്നലെ പത്തിരി ഇല്ലല്ലാന്ന് പറയും, ഇല്ലല്ലാന്ന് പറയും. അപ്പോൾ പിന്നെ ഇന്നലെ ഇവിടെ പത്തിരിയും ചിക്കൻ കറിയും. ഇന്ത്യ മുറ്റിനൊക്കെ ആയിട്ടാണോ? എമിക്കുറ്റിന് പിന്നെ എന്റെ. അപ്പോൾ പിന്നെ അതെല്ലാണ്. ഇതാ ചായ ഇന്നത്തെ ചായ ഫ്രഷ് ആട്ടോ. ചായ ഇന്ന് കാച്ചിയതാ. പത്തിരി തിന്നുന്നുണ്ടോ? ഷുഗാനോ ഷുഗണ്ടോ? ഇതെന്നാ മാപ്പ് പോലെ ഉണ്ടല്ലോ. ഇതിൽ നിന്ന് മുറിഞ്ഞ കഷ്ണ യഥാസ്ഥലത്ത് വെക്കണം. മുറിഞ്ഞ തന്നെ വെക്കണം. ഇവിടെ ഫ്രൂട്ട് സലാഡ് പോലെ മുറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പൊ ലേശം ഞാനിങ്ങനെ കൊണ്ടുപോകാണ് കേട്ടോ. ഞാൻ പുറത്തേക്ക് പോവുകയാണ് അർജന്റായിട്ടൊന്ന്. പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ലേശം എടുത്ത് വെച്ചതാണ്. ബാക്കി ഇപ്പോൾ ഓരോരിക്കലും പോകുമ്പോൾ കുറച്ച് ഇങ്ങനെ കൊണ്ടുപോകുക, അതാണ് കേട്ടോ. ഞാനൊരു ദൂരെ യാത്രയിലാണ്, ഒന്ന് നരിക്കുനി വരെ പോകണം. അപ്പോൾ കഴിക്കാനുള്ളതാണ്. നരിക്കുനി വരെയുള്ളൊരു ദൂരെ യാത്ര പോവുകയാണ്. അതുവരെ കഴിഞ്ഞിട്ട് ഫോൺ നിൽക്കുമ്പോൾ ചിരിക്കുന്നുണ്ടോ അവന്? ഇനി പോന്നോ? എമ്മയോ പോന്നുണ്ടോ? പോന്നോ? പിന്നെ ഒരു പോന്നോ? അടുത്തായിട്ട് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. ഇതാണ് വാതിലുമ്മൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇങ്ങനെ ഇപ്പം നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളിങ്ങനെ വാതിലടക്കും, കൈ ഇവിടെ ഇങ്ങനെ വെക്കുമല്ലോ. ടോലിങ്ങനെയല്ല അടക്കുക. അപ്പോൾ ഒരിക്കലും ഇത് കൈ കൊടുങ്ങുകയല്ല, ഇവിടെ തട്ടിയിട്ട് അവിടെ നിൽക്കും. അപ്പോൾ ചെറിയ മക്കളൊക്കെ ഉള്ളവർക്ക് വാങ്ങാൻ പറ്റിയതാണ് കേട്ടോ. നമ്മളിത് ആ ഡോറിനും വെച്ചിക്ക് എമിക്കുറ്റന്നെ ഉണ്ടല്ലോ വാതിലങ്ങ് അച്ചാലിനേന് ഞാനിതിങ്ങനെ വെച്ചതാണ്. ഇത് നിങ്ങൾക്ക് എവിടെയാണ് കിട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയത് ഇവിടെ നിന്നാണ് കേട്ടോ. പിന്നെ ഫസ്റ്റ് ക്രൈ. അപ്പോൾ അതുപോലത്തെ കടയിലൊക്കെ ഉണ്ടാവും, ഓൺലൈനൊക്കെ ഉണ്ടാവും. ഡോർ ലോക്ക്, ഡോർ സേഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കുട്ടികളുടെ പ്രൊഡക്റ്റിൻ്റെ അതിൽ. അപ്പോൾ അങ്ങനത്തെ ഓരോന്ന് വാങ്ങി വെച്ചോ. അതുപോലെ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? ഈ അലമാറയൊക്കെ ലോക്കാക്കി വെക്കുക. ഇപ്പോൾ അലമാറ പൂട്ട് ശരിയില്ല ഇവിടെ, എന്തെങ്കിലും അത് ലോക്കാക്കി വെക്കാനോ റാക്ക് ലോക്കാക്കി വെക്കുന്നതൊക്കെ എന്തെങ്കിലും പ്രൊഡക്റ്റ് അറിയാമെങ്കിൽ പറയട്ടോ. ഞങ്ങൾക്കറിയുന്ന ആൾ പറഞ്ഞില്ലേ, അപ്പോൾ നിങ്ങളും അറിയുന്ന ഇങ്ങോട്ട് പറഞ്ഞാൽ എല്ലാം ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ. വേറെ എന്തെന്നാ, നിങ്ങളവിടെയെല്ലാം നനച്ചുപൊളിയെല്ലാം കഴിഞ്ഞോ? നനച്ചുപൊളി എന്നാണ് ഈ ബൈക്കൊക്കെ പറയുക, അടിച്ചുവാരി തുടക്കുന്നതിന്. ഓരോ നാട്ടിലും ഓരോ ഇതാണല്ലോ. അപ്പോൾ നിങ്ങളെ നാട്ടിൽ എന്തെന്ന് നമ്മളെ ബടേരല്ലോ അല്ല അടിച്ചുവാരി തുടക്കുകയെന്നല്ല പറയാല്ലേ. നോമ്പിനേക്ക് ഞാൻ എന്തെങ്കിലും ആക്കി കളയുന്നേ. നോമ്പെല്ലാം റെഡിയാക്കിയോ? എല്ലാം റെഡിയാക്കിയിട്ടുണ്ടോ? ഇവിടെ റെഡിയാക്കിയെന്ന് വെച്ചാൽ നാളെ ഇപ്പോൾ നമ്മൾ തന്നെ ഇറങ്ങി ചെയ്യണം, അല്ലാണ്ട് ഇപ്പോൾ ഒന്നും നടക്കുകയല്ല. അത് തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഇന്ന് വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു ദിവസമാണ് അല്ലേ? വളരെ പ്രത്യേകതയാർന്ന ഒരു ദിവസമാണ്. ജീവിതത്തിൽ പെട്ടുപോയ അപ്പോൾ ഗൈസ്, ഇവളെ ഞാൻ ആദ്യമായിട്ട് കണ്ട ദിവസമാണ് കേട്ടോ. ഫെബ്രുവരി 4 അല്ലേ? എത്ര കൊല്ലം മുമ്പ്? ഇന്നോ 8 വർഷം മുമ്പ് ആദ്യമായിട്ട് കണ്ട ദിവസമായിരുന്നു. JDTയിൽ വെച്ച് ഇവളിങ്ങനെ ഒരു ചുവന്ന ഡ്രസ്സല്ലേ എരിഞ്ഞിട്ട് അല്ലേ? ഒരു ചുവന്ന ഡ്രസ്സ് ഇട്ട് ഞാനൊരു നീല ഷർട്ടും ഒക്കെ ഇട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ദിവസമാണത്. അപ്പോൾ ഈ ഒരു അനുഭവം എനിക്കെന്താ പറയാനുള്ളത്? എനിക്കൊന്നുമില്ല, സന്തോഷം ഇപ്പം അങ്ങനെ പറയുമ്പോഴാണ്. എനിക്കിന്ന് 4 ഓർമ്മയല്ല. മാഷാ അല്ലാ. അങ്ങനെ 8 വർഷല്ലേ? അതെ.
8 വർഷങ്ങൾക്ക് ശേഷം. എന്താ പറയാ, എല്ലാം കൊണ്ടു ഒരു അപ്പോൾ ഫെബ്രുവരി 4 എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ ഒരു അല്ലേ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നിങ്ങൾ ഏത് ദിവസവും നിങ്ങളെ കെട്ടിയവനെ കണ്ടത് അല്ലേ ഭാര്യമാരെ കണ്ടതെന്ന് ഓർമ്മ ഉണ്ടോ? എൻ്റെ കുഞ്ഞു മോനെ ആ ദിവസം ഓർമ്മിപ്പിക്കല്ലേ. അങ്ങനെ ഉണ്ടാവും ചിലർ വിചാരിക്കും. അല്ല, ഇത് വെഡിങ് ആനിവേഴ്സറിയോ ഇതൊന്നും അല്ല കേട്ടോ പറയുന്നത്, ആദ്യമായിട്ട് കണ്ട ദിവസമാണെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഫെബ്രുവരി 4 കണ്ട് അതേ പിറ്റേത്തെ മാസം തന്നെ 4-ാം തീയതി പിന്നെയോ കല്യാണം ഏതെങ്കിലും ഒരു 4-നാക്കേനു അല്ലേ? പിന്നെ ഏപ്രിൽ 23 കല്യാണം. ആ ആടെ പോയി, അതും 4-ന്, എല്ലാവരും 4-ാം തീയതിയാണ് ഒരു സുഖമായിന് അല്ലേ? അപ്പോൾ അതാടെ വെക്കും നമുക്ക്. പിന്നെ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാനിപ്പോൾ അർജൻറ്റായിട്ടൊന്ന് നരിക്കുനി വരെ പോയി വരുന്നു കേട്ടോ, എന്നിട്ട് നമുക്ക് ബാക്കി കാണാം.